ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ് ശ്രീ പ്രദീപ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, ഇറാന്റെ പടക്കപ്പൽ അടിച്ചിട്ടതിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അമേരിക്ക കനത്ത വില നൽകേണ്ടി വരും, നിങ്ങൾ ഇത് കുറിച്ചു വെച്ചോ എന്നാണ് പറയുന്നത്. ഇറാനെ സംബന്ധിച്ച് അമേരിക്കയോട് നേരിടാൻ എത്രത്തോളം ശേഷിയുണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഗം. പക്ഷേ ഇറാന്റെ പക്കൽ എന്തായാലും എണ്ണമറ്റ ആയുധങ്ങളുണ്ട് എന്നുള്ളത് ലോകം തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അവർ പോയാൽ എന്താവും അവസ്ഥ? നമസ്കാരം. നമസ്കാരം. ഈ ബാലരാമപുരത്ത് ശിവദാസൻ ഇപ്പൊ അമേരിക്കൻ ജനങ്ങളെ അമേരിക്കയെ കുറിച്ച് പറഞ്ഞില്ലേ? ഈ അമേരിക്കയിൽ ജീവിക്കുന്ന എനിക്കറിയാവുന്നതുപോലെ അദ്ദേഹം എന്തൊക്കെയോ ഇപ്പൊ പറഞ്ഞിട്ട് പോയി. അതേപോലെയാണ് ഇറാൻ അമേരിക്കയുടെ ശക്തിയെ കുറിച്ച് ഇപ്പോഴും കാണുന്നത്. പിന്നെ താങ്കൾ എന്തിനാണ് മിസ്റ്റർ കിരൺ ഈ വസ്തുത ഇല്ലാത്തതും തെറ്റായ സന്ദേശങ്ങളും ഈ ചരിത്രത്തിലല്ലാത്ത കാര്യം ഈ ചാനലിൽ കൂടെ ഇങ്ങനെ വിളിച്ചു പറയണേ? താങ്കൾ ഇത്രയും നേരം ആ അജയ്കുമാർ ചോദിച്ചതിന് ഒരു ഉത്തരം താങ്കൾ പറഞ്ഞു. താങ്കൾ ഈ ആ മണ്ടനെ അഭിനയിക്കുന്നതാണോ അതോ അത് യഥാർത്ഥത്തിൽ താങ്കൾ അതാണോ? താങ്കൾ നേരത്തെ പറഞ്ഞു ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് വേണ്ടി അനുകൂലിച്ചെന്ന്. എവിടെയാണ് അനുകൂലിച്ചത്? താങ്കൾ ഗൂഗിളിൽ നോക്കാൻ പറഞ്ഞു. ഞാൻ ഗൂഗിളിൽ നോക്കി. അവര് പറഞ്ഞ എന്നാണെന്നറിയോ? നിഷ്പക്ഷമായാണ് നിന്നത്, അനുകൂലിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ ഇന്ത്യക്ക് എതിരായാണ് നിന്നത്. കാശ്മീർ സ്വതന്ത്ര രാജ്യം ആകണമെന്നാണ് പറഞ്ഞത്. എന്തിനാണ് താങ്കൾ ഈ പച്ചക്കള്ള ഈ ചാനൽ വന്നെന്ന് പറയണത്? താങ്കൾ കുറച്ചു നേരമായി പറഞ്ഞല്ലോ. ശരി, ഞാൻ എവിടെയും തുടക്കം മുതൽ തന്നെ പറഞ്ഞു, എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഒരേ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യമൊന്നും അല്ല ഇറാൻ. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ അനുകൂലിക്കുന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു. എന്ന് കരുതി അവർ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇന്ത്യ അനുകൂല നിലപാട് കാശ്മീരിന്റെ വിഷയത്തിൽ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല. വിട്ടു നിൽക്കുന്നത് പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്ന നിലപാടല്ല ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇറാൻ വിട്ടു നിന്നിട്ടുണ്ട്, ഇറാൻ അനുകൂലിച്ചിട്ടുണ്ട്. അത്തരം നിലപാടുകളുടെ മാറ്റങ്ങൾ അവർക്ക് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന് താങ്കൾ എങ്ങനെയാണ് ഇത് പച്ചക്കള്ളമെന്ന് മറ്റേതും എല്ലാം പറയുന്നത്? എത്രയോ തവണ കാശ്മീർ വിഷയങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അജയ്കുമാർ ചങ്ങനാശ്ശേരിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായ കാര്യങ്ങൾ പറയുകയും അദ്ദേഹം സമാധാനത്തെ കേൾക്കുകയും ഒക്കെ ചെയ്തു. താങ്കൾ ഈ വളച്ചൊടിച്ച് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്നൊന്നായി പറഞ്ഞാൽ എനിക്കൊന്ന് ബോധ്യപ്പെടാമായിരുന്നു. കഴിഞ്ഞ മാസം 15-ാം തീയതി ഇന്ത്യയിൽ വന്നിട്ട് 26-ാം തീയതി ഇന്ത്യയിൽ നിന്ന് പോയ ഒരു കപ്പല് അത് ഇന്റർനാഷണൽ അതിർത്തിയിലേക്ക് കടന്ന് ശ്രീലങ്കയും കടന്നതിന് ശേഷമാണ് അവിടെ വെച്ച് ആക്രമിക്കുന്നത്. അതിന് താങ്കൾ എന്തൊക്കെയാ പറയണം? ഞങ്ങൾ ഇനിയിപ്പോ ഇന്ത്യക്കാരെന്താണ് എന്താ ചെയ്യേണ്ടത് അർത്ഥം പറഞ്ഞാൽ? അതിന് ഇതിനെ ഇപ്പൊ താങ്കൾ പറഞ്ഞിട്ട് അതുകൊണ്ടാണെന്ന് അത് താങ്കൾ എങ്ങനെ ഗസ് ചെയ്യുക? അതുകൊണ്ടാണ് ഇപ്പോൾ പോയെന്ന്? അതുകൊണ്ടല്ല. ഒരു രാജ്യത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് പോയി ഏത് എംബസി ഒരു രാജ്യത്ത് നിൽക്കുന്നോ ആ എംബസിയിൽ ബന്ധപ്പെട്ട് ആ രാജ്യത്തിന്റെ ഏതെങ്കിലും തലവനോ നേതാവോ മരിക്കുകയാണെങ്കിൽ സമയം അനുസരിച്ച് പോകും. അത് ഡിപ്പെൻഡ് അവരുടെ റിലേഷൻ അനുസരിച്ചിരിക്കും. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റിലേഷൻ അനുസരിച്ചായിരുന്നു. ഇതുവരെ ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ പോകാനുള്ള ഒരു പ്രകോപന കാരണം, ഇന്ത്യക്ക് പ്രകോപന കാരണം ഇന്ത്യയിൽ നിന്ന് പോയ ഒരു പടക്കപ്പൽ ആക്രമിച്ചിട്ടത് തന്നെയാണ് എന്നുള്ളത് വ്യാഖ്യാനമാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞു എന്ന് പറഞ്ഞോ? സ്വാഭാവികമല്ലേ അത്? ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു പടക്കപ്പലിനെ അമേരിക്ക ആക്രമിച്ചിടുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് എതിർപ്പുണ്ടാവില്ലേ? അല്ലാതെ അമേരിക്കയ്ക്ക് വേണ്ടി അടിമയായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയുടെ അടിമയൊന്നും അല്ല ഇന്ത്യ, ശ്രീ പ്രദീപ്. അടിമയാണെന്ന് ആര് പറഞ്ഞു? അടിമകൾ ഒരുപാടുണ്ട്. അത് ന്യൂസ് 18 അടിമ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ കിരൺ, താങ്കൾ എത്ര കള്ളം പറഞ്ഞു? ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത് അമേരിക്കയാണോ ഇസ്രയേലാണോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ള രാജ്യത്തിന്റെ പേരാണ് ചൈന. മാവോ സേട്ടിന്റെ കാലത്തിൽ 1900. പ്രദീപ്, താങ്കളെ പലപ്പോഴും പറയുന്നത് ഒരു കണക്കുമില്ലാതെ എന്തെങ്കിലും ഒക്കെ താങ്കൾ വിളിച്ചു പറയും. അത് താങ്കളുടെ ശീലമാണ്, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. താങ്കളെ ഏത് ചരിത്രം നോക്കിയാലും ലോകത്ത് എവിടെയും പോയി, ചൈനയല്ല ലോകത്ത് എവിടെയും പോയി ആക്രമണം ഉണ്ടാക്കുന്നത്. ചൈന ഇടപെടേണ്ട ഘട്ടത്തിൽ പോലും ഇടപെടാതെ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അവര് ലോകത്ത് എവിടെയും പോയി ഇടപെടൽ നടത്താറില്ല. ലോകത്ത് എവിടെയും പോയി ഇടപെടൽ നടത്തുന്നത്, ലോകത്തൊരു തെമ്മാടി രാജ്യമായി നിൽക്കുന്നത് അമേരിക്കയാണ്. അതിന് സംശയമൊന്നുമില്ലാത്ത കേസാണ്. എന്തിന് ചൈന ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി ഇടപെടുന്നു? അവരുടെ അതിർത്തിക്ക് അപ്പുറത്ത് രാജ്യങ്ങളുമായി തർക്കമുണ്ടെങ്കിൽ അതിനല്ലാതെ ഏത് ഭൂഖണ്ഡത്തിലും പോയി അവിടുത്തെ പ്രശ്നത്തിലെല്ലാം ഇടപെടുകയും അവിടെ എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കുന്ന ചെയ്യുന്ന രാജ്യമാണ് ചൈന. അങ്ങനെ ഒരു രാജ്യമല്ല ചൈന. ഈ സോവിയറ്റ് യൂണിയൻ രാജ്യം എത്ര പേരെ സോവിയറ്റ് യൂണിയനൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലമായില്ലേ? ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? താങ്കൾ ഇപ്പോൾ ഈ അമേരിക്ക ലോക രാജ്യത്ത് പോയി കാണിക്കുന്ന ഈ വൃത്തികേടുകളെ കുറിച്ച് പറയും. എന്തിനാണ് ഇപ്പോൾ ഇറാനിൽ വന്നത്? അവിടുത്തെ എണ്ണശേഖരം കണ്ടിട്ട് കൂടിയല്ലേ? എന്തിനാണ് വെനസ്വേലയിൽ പോയത്? ഇന്ത്യയുടെ വെനസ്വേലൻ എണ്ണ മേടിക്കണമെന്ന് പറഞ്ഞത്? ഇതെല്ലാം അവർക്ക് സാമ്പത്തിക താല്പര്യമുണ്ട്, അവർക്ക് സ്വാർത്ഥ താല്പര്യമുണ്ട്. അമേരിക്ക എല്ലാ കാലത്തും അത്ര താല്പര്യത്തിന് വിധേയമായി നിൽക്കുന്ന രാജ്യമാണ്. സംശയം എന്താണ് അതിന്? കിരണെ, അമേരിക്കയ്ക്കകത്ത് ഡ്രഗ്സ് കടത്തുന്ന ഏതൊക്കെ രാജ്യം താങ്കൾക്ക് അറിയാമോ? ഇവിടുത്തെ ജനങ്ങൾ, പുതിയ ജനങ്ങൾ, നിങ്ങളുടെ രാജ്യത്തിനകത്തേക്ക് ഡ്രഗ്സ് കടത്തുന്നത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ പിടിപ്പുകേട് അല്ല എന്താണ്? അതിന് വല്ലവരെ പോയി ആക്രമിക്കാണോ വേണ്ടത്? നിങ്ങളുടെ രാജ്യത്തേക്ക് ഡ്രഗ്സ് കടത്താൻ അത് തടയാനുള്ള ശേഷി അവർക്കില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പിടിപ്പുകേട് അല്ല എന്താണ്? ഏത് രാജ്യമായാലും അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ പിടിപ്പുകേടിന് അയലത്തുകാരല്ല ആക്രമിക്കേണ്ടത്. ആക്രമിച്ചാൽ താങ്കൾക്ക് എന്താണ് കുഴപ്പം?
ലോകത്തെ ഏത് രാജ്യത്തിനും അനീതി കണ്ടാൽ പ്രതികരിക്കണം എന്നുള്ളത് ആത്മാഭിമാനമുള്ള മനുഷ്യന്റെ സ്വഭാവമാണ്. അടിമ മനോഭാവമുള്ളവർക്ക് അത് തോന്നില്ല. ആത്മാഭിമാനമുള്ളവർക്ക് പ്രതികരിക്കണം തോന്നും. അത്രേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഈ കമയന്നി 32,000 പേരെ കൊന്നപ്പോൾ താങ്കൾക്ക് ആത്മാഭിമാനം സൗദിയുടെ കാര്യമല്ല. എന്തായാലും സമയം അവസാനിക്കുകയാണ് ശ്രീ പ്രദീപ്. എന്തായാലും നമുക്ക് ആ തർക്കത്തിൽ നീണ്ടുപോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. യുദ്ധം ആത്യന്തികമായി ഒരു ലോകത്തിനും നല്ലതല്ല. യുദ്ധം ഏത് കാര്യം കൊണ്ടായാലും അവസാനിക്കേണ്ടത് തന്നെയാണ്. അത് അവസാനിക്കാനുള്ള ഇടപെടലാണ് ലോകം നടത്തേണ്ടത്. യുദ്ധം തുടരുന്നത് ഒരു രാജ്യത്തിനും ഒരു തരത്തിലും ഗുണമല്ല. ന്യായീകരണം എല്ലാവർക്കും പലത് പറയാൻ കാണും. ന്യായം പലരുടെ പക്ഷത്തും ഏറെയും കുറഞ്ഞും ഒക്കെ ഉണ്ടാവും. പക്ഷേ